ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം. എന്നുയിരേക്കാളരുകിൽ നീ എന്നും എന്നും വേണം. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം. എന്നുയിരേക്കാളരുകിൽ നീ എന്നും എന്നും വേണം. ഒരു ഇമ പോലും അടയാതെ എന്നെ നോക്കിയിടുന്ന യേശു അപ്പയാണ് എപ്പോഴും എൻ പ്രിയ തോഴനായി. ഒരു ഇമ പോലും അടയാതെ എന്നെ നോക്കിയിടുന്ന യേശു അപ്പയാണ് എപ്പോഴും എൻ പ്രിയ തോഴനായി. എൻ്റെ ചങ്കാണേ, എൻ്റെ ഉയിരാണേ, എൻ്റെ അഴകാണേ, അമൃതാണേ യേശു. എൻ്റെ ചങ്കാണേ, എൻ്റെ ഉയിരാണേ, എന്നഴകാണേ, അഴകാണേ യേശു. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം ഉൽപ്പത്തി 1-ാം അധ്യായം അതിൻ്റെ 26-28 വചനങ്ങളാണ്. അനന്തരം ദൈവം, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിന്മേലും ഭൂമിയിൽ എഴുതുന്ന എല്ലാ ഇഴജാതിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവീൻ എന്ന് അവരോട് കൽപ്പിച്ചു. മനുഷ്യനെ സൃഷ്ടിയെക്കുറിച്ചും ഉദ്ദേശത്തെക്കുറിച്ചും വിവരിക്കുന്ന ഭാഗമാണ് നമ്മൾ കേട്ടത്. ദൈവം ഇതിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. തൻ്റെ സ്വരൂപത്തോട്, തൻ്റെ സാദൃശ്യത്തോട് അനുരൂപമാകാൻ സൃഷ്ടിച്ചിരിക്കുകയാണ്. ആമേൻ. ആമേൻ. ദൈവത്തിൻ്റെ ആ വലിയ ഹൃദയമാണ് സുവിശേഷത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. തൻ്റെ പുത്രനോട് അനുരൂപമാകാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. ഞാൻ ഈ വചനം നിങ്ങൾക്ക് തരുന്നത്, ദൈവം എന്തിനാണ് നമ്മളെ സൃഷ്ടിച്ചതെന്ന് അറിയുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. പലപ്പോഴും പറയണം, എന്തിനാണ്? പലരും പറയുന്നൊരു കാര്യമുണ്ട്, എന്തിനാ എൻ്റെ ജീവിതം? ഞാൻ നോക്കിയിട്ട് ശൂന്യമാണ്. പക്ഷെ നിങ്ങളുടെ ലക്ഷ്യം തൻ്റെ പുത്രനോട് അനുരൂപമാകാൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ ദൈവം നമ്മെ സൃഷ്ടിച്ചത് തൻ്റെ സ്വരൂപത്തിൽ ആണ്. എന്തിനാണ്? വചനം പറയുന്നു, സകലത്തിന്മേലും വാഴ്ച നടത്താൻ ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുകയാണ്. മറ്റാരും നമ്മളെ വാഴാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം നമ്മുടെ സൃഷ്ടി തന്നെ, നമ്മുടെ ജനനം തന്നെ അധികാരിയായിട്ടാണ്. ഞാനിന്ന് വചനം പറയുമ്പോൾ നിങ്ങളുടെ മേൽ ക്രമരഹിതമായി ദൈവഹിതമല്ലാതെ വാഴുന്ന ചില വാഴ്ചകളെ ഈ വചനത്താൽ കളയുകയാണ്. ആമേൻ. കാരണം നിങ്ങളുടെ സൃഷ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങളെ ദൈവം ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് തന്നെ വാഴാനാണ്. ഒന്നിൻ്റെ കീഴിലിരിക്കാനല്ല, വാഴാനാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങളെ അടക്കി പിടിച്ചിരിക്കുന്ന ചില കെട്ടുകൾ ദൈവം പൊട്ടിക്കും. നിങ്ങൾക്ക് കഴിവുണ്ടോ, നിങ്ങൾക്ക് അറിവുണ്ടോ, നിങ്ങൾക്ക് ശക്തിയുണ്ടോ, നിങ്ങൾക്ക് ബലമുണ്ടോ,
നിങ്ങൾക്ക് അതിനുള്ള ത്രാണിയുണ്ടോ? ഇതൊന്നുമല്ല. നിങ്ങളെ കുറിച്ചുള്ള ദൈവ പദ്ധതി വാഴ്ച നടത്താനാണ്. ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. അങ്ങനെ ഒരു ദൈവകൃപ നിങ്ങളുടെ മേലുണ്ട്. എന്നിട്ട് വീണ്ടും പറയുകയാണ്, ദൈവം അവരെ അങ്ങ് അനുഗ്രഹിച്ചു, സന്താന പുഷ്ടിയുള്ളവരായി പെരുകി നിറഞ്ഞ് അടക്കി. അടുത്ത വാക്ക് വാഴുവീൻ. എത്ര വാക്ക! പെരുകാനുള്ളവർ, സന്താന പുഷ്ടിയുള്ളവരാകാൻ, അവൻ നിറയാനുള്ളവർ, സ്തോത്രം, ഭരിക്കാനുള്ളവർ. ഈ ദിനങ്ങളിൽ ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ ഒരു വലിയ വർധനവ് നിങ്ങളുടെ മേൽ വരും. എല്ലായിടത്തും ഒരു വർധന. 2, ഒരു പുഷ്ടി നിങ്ങൾക്ക് വരും. 3, ഒരു അമേൻ അമേൻ പറഞ്ഞ എല്ലായിടത്തും കാണുന്ന നിലയിൽ ഒരു വലിയ വർധനവ് നിങ്ങളുടെ മേൽ വരും. അടുത്തതായി കർത്താവ് പറയുന്നു, നിങ്ങളുടെ മേലൊരു വാഴ്ച ദൈവം തരും. ഇന്ന് നിങ്ങൾ പിശാച് പലയിടങ്ങളിൽ നിങ്ങളെ അമർത്തി വെച്ചിട്ടുണ്ടാകാം. പക്ഷേ നിങ്ങളുടെ ജന്മ ഉദ്ദേശം അതിനല്ല. ഒരു രാജാവിനെ പോലെ ജീവിക്കാനാണ്, ഒരു അധികാരിയെ പോലെ ജീവിക്കാനാണ്. സാധു കൊച്ചു ഉപദേശം പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെ വെറുതെ അന്ധനാക്കി തീർക്കരുതേ. ആരുമില്ലെന്നും ഉള്ള തോന്നലുകൾ നൽകി, ഞാനിവിടെ പരദേശിയാണെന്നുള്ള ചിന്ത നൽകി, എങ്ങനെ മുൻപോട്ട് പോകുന്നുള്ള തോന്നലുകളൊക്കെ എൻ്റെ മനസ്സിൽ തോന്നിച്ച് എന്നെ വെറുതെ അന്ധനാക്കരുതേ. കാരണം അമേൻ, എൻ്റെ ദൈവം എന്നെ സൃഷ്ടിച്ചത് അത്ഭുതത്തിന് വേണ്ടിയാണ്. സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യ ജന്മം എന്ന് പറയുന്നത് അതെന്ത് ദൈവ പദ്ധതിയാണെന്നറിയാമോ? ഒരു മൃഗം ജനിക്കുന്നത് പോലെയൊന്നുമല്ല ഒരു മനുഷ്യൻ ജനിക്കുന്നത്. ഞങ്ങൾക്ക് ദൈവം ഒരു തലമുറയെ തന്നത് എത്ര നാളത്തെ പ്രാർത്ഥന കൊണ്ടാണ്. കാരണം ഒരു ഭൂമിയിൽ ഒരു മനുഷ്യൻ ജനിക്കുന്നത് അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട്. നിങ്ങൾ ഈ ഭൂമിയിൽ ജനിക്കപ്പെട്ടത് അബദ്ധവശാലൊന്നുമല്ല, ആക്സിഡന്റാലൊന്നുമല്ല, ഒരു ദൈവത്തിൻ്റെ മാസ്റ്റർ പദ്ധതിയാലാണ്. എന്തൊക്കെയോ ദൈവത്തിന് വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒരു വലിയ ദൈവത്തിൻ്റെ അസൈൻമെൻറ്റുമായിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങളെ തന്നെ ഒന്നുമല്ല, ആരുമല്ല, എന്നെക്കൊണ്ട് എന്തിനു കഴിയും എന്നൊക്കെ മനസ്സിനകത്ത് പിശാച് കൊണ്ടിട്ട് നിങ്ങളെ തളർത്തിക്കളയുന്ന എല്ലായിടത്തും നിങ്ങൾ പുറത്തു വാ. ദൈവം നിങ്ങളെ ഒരു അധികാരിയായി സൃഷ്ടിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളെ ദൈവത്തെ പോലെ ആകാൻ സൃഷ്ടിച്ചിരിക്കുന്നു. യെസ്, ആമേൻ. ഈ ദിനങ്ങളിൽ ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നു. ഈ വചനം നിങ്ങൾക്ക് തരാനാ കർത്താവ് ഇന്ന് പറഞ്ഞത്. നിങ്ങൾ പുഷ്ടിയുള്ളവരാകുക, സന്താന പുഷ്ടിയുള്ളവരാകുക, വർദ്ധിക്കുക, പെരുകുക, വാഴുക. നിങ്ങളുടെ കുടുംബത്തിനകത്ത് വ്യക്തിപരമായ ജീവിതത്തിലുള്ള എല്ലാ നെഗറ്റീവ് എക്സ്പീരിയൻസുകളും യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. നിങ്ങളെ എവിടെയൊക്കെ കടക്കിണിയിൽ അടിമയാക്കിയിട്ടുണ്ടോ, രോഗത്തിൽ അടിമയാക്കിയിട്ടുണ്ടോ, പാപത്തിൽ അടിമയാക്കിയിട്ടുണ്ടോ, ശാപത്തിൽ അടിമയായിട്ടുണ്ടോ, യേശുവിൻ്റെ നാമത്തിൽ അതിൻ്റെ മേൽ റൂൾ ചെയ്യുവാൻ ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിക്കുന്നു. യെസ്, യേശു ക്രിസ്തു മുഖാന്തരം അത് സംഭവിക്കുകയാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിന് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ച് പുഷ്ടിയുള്ളവരായി വർദ്ധിപ്പിച്ച് കർത്താവ് ദേശത്ത് വാഴുവാൻ കർത്താവ് അങ്ങ് ഞങ്ങളെ വിളിച്ചതിന് നന്ദി പറയുന്നു. കർത്താവ് പരിശുദ്ധാത്മാവേ, ഈ വചനം കേൾക്കുന്ന വ്യക്തികൾ അവരുടെ ജീവിതത്തിലെ എല്ലാ മറ്റ് ദൈവഹിതമല്ലാത്ത എല്ലാ വാഴ്ചകളെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു. കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ അവർ പ്രശ്നങ്ങളുടെ മീതെ വാഴട്ടെ, പ്രതിസന്ധികളുടെ മീതെ വാഴട്ടെ, ശാപത്തിൻ്റെ മീതെ വാഴട്ടെ, അനുഗ്രഹമുള്ളവരായി മാറട്ടെ, അനേകർക്ക് കർത്താവ് അനുഗ്രഹമായി മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം കേൾക്കുന്ന വ്യക്തി അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ദിവസം എല്ലാം കർത്താവ് പ്രശ്നങ്ങളുടെ മീതെ അധികാരത്തോടെ കർത്താവ് വാഴുവാൻ പരിശുദ്ധാത്മാവെ അങ്ങ് സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഈ വചനപ്രകാരം ഞങ്ങൾ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥന നിങ്ങളെ അടിമപ്പെടുത്തുന്ന ആ കെട്ടുകൾ പൊട്ടി അതിൻ്റെ മേലൊരു അധികാരിയാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥനയാണ്. എവിടെയൊക്കെയോ നിങ്ങൾ സ്റ്റക്കായിപ്പോയി, എവിടെയൊക്കെയോ നിങ്ങൾ ബന്ധിക്കപ്പെട്ടു പോയി, യേശുവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിമയാക്കി വച്ചിരിക്കുന്ന ചില പാപത്തിന്, ചില രോഗത്തിന്, ചില കടത്തിന്, ചില ബന്ധനത്തിന്, ആമേൻ, ഭയത്തിന്
അടിമയാക്കി വച്ചിരിക്കുന്ന ആ കെട്ടുകൾ പൊട്ടട്ടെ. ഇവർ അടിമകളല്ല, ഇവർ അധികാരികളാണ്. ഇവർ വീണ് കിടക്കാനുള്ളവരല്ല, ഇവർ വാഴ്ച നടത്താനുള്ളവരാണ്. ഇവർ ചുരുങ്ങിപ്പോകാനുള്ളവരല്ല, ഇവർ വർദ്ധിക്കാനുള്ളവരാണ്. ഇവർ ക്ഷയിച്ചു പോകാനുള്ളവരല്ല, ഇവർ പുഷ്ടിയുള്ളവരാകാനുള്ളവരാണ്. ഇവർ ശപിക്കപ്പെടാനുള്ളവരല്ല, ഇവർ അനുഗ്രഹിക്കപ്പെടാനുള്ളവരാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇവർ ആമേൻ വാഴ്ച നടത്തേണ്ടവരാണ്. അധികാരത്തോടെ പ്രാർത്ഥിക്കുന്നു. എല്ലായിടത്തും അവർ വാഴ്ച നടത്തട്ടെ. അവർ ചെയ്യുന്ന പ്രൊഫഷനിൽ അവർ വാഴ്ച നടത്തട്ടെ. അവരുടെ ബിസിനസ്സിൽ അവർ വാഴട്ടെ. അവരുടെ കുടുംബത്തിനകത്ത് വാഴട്ടെ. അവരുടെ തലമുറകൾ ദേശത്ത് വാഴട്ടെ. സ്തോത്രം, 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 സ്തോത്രം. ഉന്നത പൊസിഷനുകൾ അവർക്കായി യേശുവിൻ്റെ നാമത്തിൽ വരട്ടെ. അവർ ആയിരിക്കുന്നിടത്ത് അവർ ഒന്നാമതാകട്ടെ. ആമേൻ, ആമേൻ. ജോസഫ് ചെന്നിടത്തെല്ലാം അവൻ ഒന്നാമനായതുപോലെ യേശുവിൻ്റെ നാമത്തിൽ വാഴുന്നൊരു അഭിഷേകം ഇവരുടെ മേൽ വ്യാപരിക്കട്ടെ. ജനത്തെ അനുഗ്രഹിക്കുന്നു, കടങ്ങളെ മാറ്റുന്നു, യേശുവിൻ്റെ നാമത്തിൽ രോഗങ്ങളെ മാറ്റുന്നു, സമൃദ്ധിയെ വിളിച്ചു വരുത്തുന്നു, അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് കൂടെയുണ്ട്. കർത്താവിൻ്റെ കരം നിങ്ങളൊപ്പം ഉണ്ട്. ഈ ദിനങ്ങൾ മുതൽ ഒരു അധികാരം ഈ വചനം നിങ്ങൾക്ക് തരികയാണ്, ഒരു വർധനവും തരികയാണ്. ഗോഡ് ബ്ലെസ് യു. ഷലോം. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.